ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് ഫ്രണ്ടത്തെ വാതിലെല്ലാം ഒന്ന് തുറന്നിട്ടിട്ടാണ് അതിലത്. ഇപ്പോൾ ഏകദേശം ഒരു 6:45 ആ ഒരു ടൈം ആയിട്ട് ഉണ്ട് കേട്ടോ. നല്ലൊരു വെളിച്ചുള്ളൊരു ദിവസമാണ് ഇന്ന്. ഇപ്പം ഇടയ്ക്ക് നല്ല മഴയും ഇടയ്ക്ക് വെയിലും അങ്ങനെയല്ലോ അല്ലേ ഉണ്ടാവല്. അപ്പം ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് പുറത്തെല്ലാം പോയിട്ട് അങ്ങനെ ഇരിക്കുക. എന്നിട്ട് ആ കുറേ ടൈം അങ്ങനെ ഇരുന്നിട്ടെല്ലാം നേരം കൂട്ടിയിട്ട് വെയ്യ. എന്നിട്ട് ആ കിച്ചണിലേക്കെല്ലാം വരുന്നത്. അപ്പോൾ പുറത്ത് രാവിലെ തന്നെ നല്ല കിളികളുടെ സൗണ്ടും എല്ലാം ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് പുറത്തിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് നല്ല മയിലിൻ്റെയും അങ്ങനെ സൗണ്ടെല്ലാം ഉണ്ടാവലുണ്ട്. അപ്പോൾ എനിക്ക് കിച്ചണിലേക്ക് ഒന്ന് പുറത്തെല്ലാം ഇരുന്ന് കാമായിട്ട് ഒന്ന് ഉള്ളിലേക്കെല്ലാം പോയിട്ട് പിന്നെ ഉറങ്ങി എണീച്ച പാട് ഞാൻ പറയില്ലേ ഇപ്പോൾ ചിയാ സീഡിൻ്റെ ആ ഒരു വെള്ളം അത് വെറും വയറ്റിൽ കുടിക്കൂട്ടാം. ഇത് കുറച്ചതിന് ശേഷം ഞാൻ ചായക്ക് പകരം ഞാൻ ഗ്രീൻ ടീ അല്ല ജീരക വെള്ളമാണ് കേട്ടോ കുടിക്കൽ. അതും ഒരു ബോയിൽഡ് എഗ്ഗും അതിൻ്റെ എഗ് വൈറ്റ് മാത്രമേ കേട്ടോ കഴിക്കും. ഈ ഒക്കെ ഞാൻ കഴിക്കലില്ല. അപ്പോൾ അതും ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നിട്ടാ. പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് ഇനിയുള്ളത്. എനിക്ക് പൊതുവേ ഈ ബോയിൽഡ് എഗ്ഗൊന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ് കേട്ടോ. ഞാൻ കഴിക്കുകയും ചെയ്യില്ല, എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഇന്നെന്താ വേണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടായതുകൊണ്ട് അതിങ്ങനെ കഴിച്ചിട്ട് എങ്ങനെയല്ലോ ഒപ്പിച്ച്. പിന്നെ ഇനി ഉമ്മ ഇവിടെ മീൻ കറി വെക്കാൻ്റെ കറി എന്താണ് മീനെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് മീൻ കറി ഉണ്ടാക്കാനുണ്ട്, ചോറും മീൻ കറിയെല്ലാം ഉണ്ടാക്കാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചോറെല്ലാം ഉണ്ടാക്കലില്ലു. അധികം ഉച്ചയ്ക്ക് ദോശ അങ്ങനെ എന്തെങ്കിലും തന്നെ ആയിരിക്കും. ഒന്നിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഉപ്പുമാവോ ദോശ വീണ്ടും എക്സ്ട്രാ ഉണ്ടാക്കി എന്നിട്ടാണ് ചെയ്യൽ. അപ്പം ഞാൻ അതെല്ലാം അവിടെ ജസ്റ്റ് ഒതുക്കി വെച്ചിട്ട് പിന്നെ ബാക്കി കിച്ചണിൻ്റെ പണി പയ്യെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ മെയിനായിട്ടുള്ള ഫസ്റ്റത്തെ ജോലി അടിച്ചു വാരൽ കീരി. ഞാൻ ഇപ്പം പറയില്ലെങ്കിൽ രാവിലെ തന്നെ അടിച്ചു വാരണം. അപ്പം അങ്ങനെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് കീനിട്ടയില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഉള്ളിലും പുറമെല്ലാം അടിച്ചു വാരിയിട്ട് അതിൻ്റെ വേസ്റ്റിലും കൊണ്ടുപോയി ചാടിയിട്ട് ബാക്കി കിച്ചണിൻ്റെ ഡ്യൂട്ടി ഇനി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയെന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ പീസ് തക്കാളിയും പച്ചമുളകും ഉപ്പും ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം 6-7 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. ഓരോ ഗ്രീൻ പീസിൻ്റെ വേവിനനുസരിച്ചിട്ട് ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് എൻ്റെ പൊള്ളിയത് ഇങ്ങനെ കാണിച്ചു തരുന്നു കേട്ടോ. ചെറുതായിട്ടൊന്ന് പൊള്ളിന്, പക്ഷേ കാണാൻ ചെറുതാണെങ്കിലും അതിൻ്റെ വേദന ഭയങ്കര വലുതാണ് കേട്ടോ. നല്ല നീറ്റെല്ലാം ഉണ്ട്. പാത്രമെല്ലാം കഴുകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഉണങ്ങുന്നുമില്ല വെള്ളം തട്ടിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങേൻ്റെ അരപ്പൊന്ന് റെഡിയാക്കാം കേട്ടോ. നമ്മളെ ഗ്രീൻ പീസിലേക്ക് ഒഴിക്കേണ്ട ഗ്രീൻ പീസ് കറിയിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും, പക്ഷേ ഞാൻ ജസ്റ്റ് എൻ്റെ റെസിപ്പി ഒന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ, ഞാൻ ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, വലിയ ജീരകം, അതുപോലെ തന്നെ ചെറിയ ജീരകം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്, കാരണം എന്ന് വെച്ചാൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ ആയതുകൊണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച് ആവശ്യത്തിനുണ്ട്, അതുപോലെ തന്നെ വലിയ ജീരകവും ചെറിയ ജീരകവും ഒരു 1/2 ടീസ്പൂൺ വെള്ളം ഇത് ഇടുക കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറികളാണ് കേട്ടോ. മറ്റേ കടലകളിലും അതായത് പയർ കടല വർഗ്ഗങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഗ്രീൻ പീസ് കറിയാണ്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പുട്ടിനായാലും ദോശക്കായാലും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുക്കുമ്പോൾ നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. തെരുതെരിപ്പ് ഉണ്ടെങ്കിൽ കറിയിൽ ആ ഒരു തെരുതെരിപ്പ് പോലെ ആകുമ്പോൾ എന്തോ ടേസ്റ്റ് ഉണ്ടല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുറത്തെ അടുപ്പിലാണ് നമ്മൾ ചൂടുവെള്ളം അതുപോലെ തന്നെ ചോറെല്ലാം വെക്കൽ കേട്ടോ. അപ്പോൾ അതവിടെ കത്തിച്ചിട്ടുണ്ട്, നമ്മൾ രാവിലെ തന്നെ അത് കത്തിക്കും. അപ്പോൾ നമ്മൾ തേങ്ങ പകുതി അരച്ചിട്ടാണ് പിന്നെ ഓർമ്മ വന്നത് അതിൽ മുളക് പൊടി ഇട്ടിട്ടില്ലാന്ന്. അപ്പോൾ കുറച്ചൊരു 1/2 ടീസ്പൂണോളം മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾ കാശ്മീരി ചില്ലി അങ്ങനെ മിക്സായിട്ട്, അതായത് മുളക് പൊടി വേറെ മല്ലിപ്പൊടി വേറെ അങ്ങനെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുറച്ച് മുളക് പൊടി മാത്രം ഇട്ടാൽ മതി കേട്ടോ. മല്ലിപ്പൊടിയൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് മിക്സായിട്ട് പൊടിക്കുന്നതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഞാൻ ഗ്രീൻ പീസ് വെന്തിനോന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് ശരിക്കും വെന്തിട്ടില്ല കേട്ടോ. 5 വിസിലടിച്ചിട്ടും ശരിക്കും വെന്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഓരോരോ ടൈം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഗ്രീൻ പീസ് അങ്ങനെ തന്നെ ഉണ്ടല്ലോ. ചില ഗ്രീൻ പീസ് ഇതിൽ നല്ലോണം വെന്തിട്ട് അതിൻ്റെ തോടെല്ലാം അടർന്ന് വന്നിട്ട് കാണുന്നില്ലേ, ചിലതാണെങ്കിൽ വെന്തിട്ടുമില്ല. അപ്പോൾ ഇനി ഒന്നുകൂടി 2 വിസിൽ അടിക്കാൻ വേണ്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്നത്. ചില ടൈം എന്ന് വെച്ചാൽ 5 വിസിലെന്ന് പറഞ്ഞാൽ നല്ലോണം വെന്ത് കലങ്ങലുണ്ട്. അപ്പോൾ ഇന്നെന്താണെന്നറിയില്ല, ആ ഒരു ഗ്രീൻ പീസിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് വെന്തിട്ടില്ല. നല്ലോണം വേവിലെ ഗ്രീൻ പീസ് ആയിരിക്കും, ചിലപ്പോൾ മിക്സ് ആയിട്ട് ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് കറിയും അതുപോലെ തന്നെ
ഗോതമ്പ് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്നത്. എന്താവും എന്നറിയില്ല, ശരിയായോ ഫ്ലോപ്പ് ആവുമെന്ന് എന്താ അറിയില്ല എന്ന് ജസ്റ്റ് അങ്ങനെ ഉണ്ടാക്കിയത്. പക്ഷേ എന്തായാലും ശരിയായിനി. ഞാൻ കുറേ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസും ജസ്റ്റ് 2 വിസിലും കൂടി അടുപ്പിച്ച് ജസ്റ്റ് ഒന്ന് കാച്ചി എടുക്കുക. എന്നിട്ട് നോർമൽ എല്ലാം കാച്ചുന്ന പോലെ വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ ഗ്രീൻ പീസ് വന്നത് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ചിട്ട് അതിലേക്ക് തേങ്ങ അരച്ച ആ മിക്സിങ് ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ആവശ്യത്തിന് ഗ്രേവി ചേർക്കുക കേട്ടോ, നീര് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം ലാസ്റ്റായിട്ട് നമുക്ക് ഗരം മസാലയും കൂടി ചേർത്താൽ, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് കൂടി ചേർത്താൽ നമ്മളെ കറി റെഡി ആയിട്ടാണ്. ഇപ്പോൾ നമ്മളെ കറി നോക്കി ഭയങ്കര ലൂസായിട്ടല്ലേ ഉള്ളത്. ഇനി അത് ചൂടാറുന്നതിനനുസരിച്ച് നല്ല കട്ടിയായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ടൈം എത്രയും വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെ ഉണ്ടാവില്ല. നല്ലോണം ലൂസായിട്ട് പക്ഷേ നല്ലോണം ടൈറ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഗോതമ്പ് പുട്ടിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നനക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു ശരിയില്ലാത്ത പോലെ നമുക്ക് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചു നോക്കാം. എന്നിട്ട് അങ്ങനെ ഒന്ന് അടിച്ചു നോക്കിയിട്ട് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടാ. അപ്പോൾ എന്താണെന്ന് അറിയാണ്ട് ഇങ്ങനെയും ഉണ്ടാക്കി എന്നിട്ടാ കറക്റ്റായിട്ട് ശരിക്കും നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കില്ല. ഫസ്റ്റ് ടൈം ആക്കുന്നതുകൊണ്ട് നമുക്ക് പേടിയാകുന്നിട്ടാ എന്ത് ശരിയാവോ ഇല്ലയോ. പക്ഷെ എന്തായാലും കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഉമ്മ അതെല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ട് എല്ലാം കൂടി പുട്ടും കുട്ടിയിലിട്ടിട്ട് ഒന്ന് ആവിയേറ്റാൻ വേണ്ടിയിട്ട് വെക്കുകയെന്നിട്ടാ. അപ്പോൾ രാവിലെ തന്നെ തകൃതിയായിട്ട് എല്ലാ പണിയും മോളെണീക്കുന്നതിന് മുമ്പേ ചടപടയെ ഞാൻ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കി എന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ള കറി ഉണ്ടാക്കാനും വറവ് അങ്ങനെയെല്ലാം ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മീനെല്ലാം ഐസലിൻ്റെ നേരത്തെ എടുത്ത് വെച്ചില്ല. അപ്പോൾ ഐസലിനോട് വേഗം മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നിട്ടാ. അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് നമ്മൾ ഉപ്പെല്ലാം ഇട്ടതിന് ശേഷം ഇതെന്തോ ചൂടാവാത്തതിന് വിചാരിച്ച് നിൽക്കുമ്പോൾ എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ആയത് അറിയുന്നത്. ഈ ഒരു ഗ്യാസിനൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ അതായത് ഫ്ലെയിം കുറക്കുമ്പോൾ പെട്ടെന്ന് കെട്ട് പോകുന്ന ആ ഒരു പരിപാടി. എന്നിട്ട് എത്ര കത്തിക്കാൻ നോക്കിയാലും വേഗം കത്തൂല കേട്ടോ. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഞാൻ കുറേ ടൈം അങ്ങനെ തിരിച്ച് അങ്ങനെ കത്തി ലാസ്റ്റ്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നറിയാം. എന്നാലും വേറെ വെയില്ലാത്തതുകൊണ്ട് ഞാൻ കുറേ ടൈം അങ്ങനെ കളിച്ചിട്ട് ചെയ്ത് കുറച്ച് ചൂടാറിയ ശേഷം പിന്നെയും കത്തുമായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് പെട്ടെന്ന് പണി തീരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങനെ ഇതാക്കി എന്നിട്ടാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഇട്ട പുട്ടൊന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗോതമ്പിൻ്റെ പുട്ട്. ആദ്യത്തേത് ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയെങ്കിലും പിന്നെ ലെവലായിന് കേട്ടോ. അപ്പോൾ പുട്ടെല്ലാം അവിടെ നമ്മൾ റെഡിയാക്കുന്ന ടൈം കൊണ്ട് ഞാൻ വിചാരിച്ച് ഉച്ചക്കേക്ക് വറവിന് വേണ്ടിയിട്ട് പച്ചക്കായ എന്നിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പച്ചക്കായെല്ലാം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടാണ്. ഫുള്ളായിട്ട് എടുക്കുന്നില്ല, ബാക്കി അവിടെ കുറച്ച് വെച്ചിട്ട് കുറച്ച് ചെയ്തെടുത്തത്. അത്ര അടിപൊളി പച്ചക്കായൊന്നും അല്ല കേട്ടോ. എന്തോ ഒരു അത്ര വണ്ണമൊന്നും ഇല്ലാത്ത നേരിയ ടൈപ്പ് കായ ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അതിൻ്റെ പരിപാടി നോക്കി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പച്ചക്കായ വറുത്തത്. പക്ഷേ അത് നന്ന പച്ചയല്ല, കുറച്ചൊരു പഴുത്ത പോലത്തെ ടൈപ്പ് ഉണ്ടാവില്ലേ, അത് വറുത്തതാണ് കേട്ടോ. കുറച്ചൊരു മൂത്ത പോലത്തേതാണ് വറുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ചെറിയൊരു മധുരമായിട്ട് നല്ല രസമാണ് അത് നമ്മളെ ചോറിനെല്ലാം കൂട്ടാൻ. അപ്പോൾ ഇത് ഭയങ്കര പച്ചയാണ്, ശരിക്ക് ആയിട്ട് തന്നെ ഇല്ല. എന്തോ ഒരു ടൈപ്പ് കായ് നല്ലതല്ല എന്ന് ഞാൻ ഇങ്ങനെ പറയുന്നു മോനോടെല്ലാം. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ നമ്മൾ എങ്ങനെയാണ് കായ് വറുക്കൽ. നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ വറുക്കലെന്നൊന്ന് പറയണം കേട്ടോ. പച്ചക്കായ് ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിലാണ് കേട്ടോ ഇത് മുറിച്ചിടുന്നത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കളർ എന്തോ ചേഞ്ച് ആകുന്ന പോലെ ആവില്ല. അതുകൊണ്ട് ഒന്ന് വെള്ളത്തിൽ മുറിച്ചിടാൻ പറഞ്ഞുകൊണ്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം ബാക്കി ഇനി എന്നിട്ട് ഇത് നല്ലോണം കഴുകി എടുത്തിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുക, ആ വെള്ളം മാറ്റിയിട്ട് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെള്ളമാണെങ്കിൽ നോർമൽ പച്ചവെള്ളമാണെങ്കിൽ അങ്ങനെ പച്ചവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് ഏകദേശം ഒരു 3 വിസിൽ അടുപ്പിച്ച് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കുക്കറിൽ ഇടുന്നില്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല. ഗ്യാസിലാകുമ്പോൾ കുറേ ടൈം എടുക്കുന്നതുകൊണ്ട് ഞാൻ കുക്കറിലിട്ടേ ഇല്ലു. അപ്പോൾ നിങ്ങൾക്ക് ഇത് മുളക് പൊടിക്ക് പകരമില്ലേ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇട്ടാലും മതി കേട്ടോ. ആ ഒരു രീതിയിലും ഉണ്ടാക്കും. അതൊന്ന് നന്നായിട്ട് വിസിലടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കാച്ചെടുക്കൽ നോർമൽ കാച്ചെടുക്കുന്ന പോലെ തന്നെ ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടുകും കറിവേപ്പിലയും പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. അത്ര എന്നാൽ ഭയങ്കര ടേസ്റ്റും നല്ല സ്മെല്ലുമാണ് പച്ചക്കായ്ക്കെല്ലാം ചേർത്ത് കൊടുത്താൽ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ കായ് അത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് നല്ലോണം മിക്സ് ആക്കിയിട്ട് ചൂടാക്കിയാൽ നമ്മളെ വറവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ സമയം ഏകദേശം 8 മണിയുണ്ട് ഇത്ര കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മളെല്ലാ ജോലികളും കഴിഞ്ഞ് ഉച്ചത്തേക്കുള്ള കറിയായാലും വറവായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു വെയിലുള്ള ദിവസമായതുകൊണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് മുറ്റത്തെല്ലാം പോയി നോക്കി, മോളയിൽ പോയി നോക്കി എന്നിട്ട് അവൾ ഉറങ്ങുന്നുണ്ട് ഇത്രേ. അപ്പോൾ രാവിലത്തെ എല്ലാ പണിയും കഴിഞ്ഞാൽ കിച്ചണിൻ്റെ കോലം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവില്ല, ഫുൾ അലങ്കോലമായിട്ടും പാത്രങ്ങളെല്ലാം ഉണ്ടാവില്ല. കാരണം പെട്ടെന്ന് പണിയെല്ലാം തീർക്കുന്നതുകൊണ്ട് തന്നെ ജോലിയെല്ലാം പെട്ടെന്ന് തീർത്തിട്ട് ബാക്കി പാത്രങ്ങൾ വയ്യ കഴുകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനും ഉമ്മയും കൂടിയിട്ടൊരു പാത്രങ്ങൾ ആരെങ്കിലും ആയിട്ടൊന്നും കഴുകും. ഒരാൾ കഴുകുമ്പോൾ ഒരാൾ വേണമെങ്കിൽ പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കും, അങ്ങനെയെല്ലാം അയച്ച് ചെയ്യും കേട്ടോ. എന്നാൽ പെട്ടെന്ന് പണി തീരുമല്ലോ. അതുകൊണ്ട് ഇപ്പം ഞാൻ രാവിലെ പണിക്ക് കിച്ചണിലേക്ക് ഇന്നെല്ലാം നമ്മൾ പണി പെട്ടെന്ന് തീരും. ചില ദിവസങ്ങളിൽ വയ്യ എന്നിട്ട് എണീക്കലും ലേറ്റായിട്ട് എണീച്ചാൽ ലേറ്റായിട്ട് കിച്ചണിലേക്ക് കയറി പണിയെല്ലാം നോക്കും. രാവിലെ തന്നെ പണി തീർത്താലാണ് നല്ലത്. ചില ടൈം എണീക്കാൻ വൈകിയാൽ അങ്ങനെ ലേറ്റായി പോവും. ഞാൻ പാത്രങ്ങളെല്ലാം കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളെ ചീഞ്ചട്ടിയും കൂടി കാലിയാക്കുന്നുണ്ട്. നമ്മളെ വറവിൻ്റെ ചീഞ്ചട്ടി നല്ല അടിപൊളി വറവാന്നിട്ട്. അത് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെ പച്ചക്കായി വറവാക്കലെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വറവ്. അപ്പോൾ അതെല്ലാം ജസ്റ്റ് പാത്രത്തിൽ തന്നെ ആക്കി വെച്ചിട്ട് ആ ഒരു ചീഞ്ചട്ടിയും കൂടി കഴുകി വെക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ എന്നിട്ട് ആ വറവായാലും പൊരിച്ചതെല്ലാം ആയാൽ വീണ്ടും ആ ഒരു പാത്രം മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചാൽ ഉണ്ടാക്കി ഇങ്ങനത്തെ പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് ഉണക്കിയിട്ട് നമുക്ക് വേണ്ട സ്ഥലത്തിൽ എടുത്ത് വെക്കാമല്ലോ. പണികളെല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ട് ആ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിക്കലെല്ലാം രാവിലെ ഉണ്ടാക്കി വെച്ചാലും കഴിക്കലെല്ലാം നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴേ കുറച്ചും കൂടി നമുക്ക് റിലാക്സ് ആയിട്ട് കഴിക്കാമെങ്കിൽ ഇല്ലെങ്കിൽ ബാക്കി ഉച്ചത്തേക്കുള്ള പണിയുണ്ട് അത്രയും ഒരു ഇതിൽ വെപ്രാളത്തിൽ കഴിക്കേണ്ടി വരും. അപ്പോൾ എന്നിട്ട് ബാക്കി പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇനി ഗ്യാസ് സ്റ്റൗവും അതെല്ലാം ജസ്റ്റ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിലും തുടക്കി എന്നിട്ട് ആ ചെയ്യുന്നത് അടിയിലെ കറികളും എല്ലാം മാറ്റി വെച്ചിട്ട് ജസ്റ്റ് അതിലൊന്ന് ക്ലീൻ ചെയ്യുന്നിട്ടാ. ഞാനവിടെ വെച്ച ഒരു എന്താ ഉപ്പും മുളകും മരത്തെല്ലാം വെക്കുന്ന ഒരു കമ്പീൻ്റെ സ്റ്റാൻഡില്ലേ, അത് ഞാൻ മീഷോന്ന് വാങ്ങിയെന്നിട്ടാ. ഏകദേശം ഒരു 300 സംതിങ് അന്നേരം വാങ്ങുമ്പോൾ ആ ഒരു റേറ്റ് ആന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിലെ സാധനം എന്നിട്ടാ. നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗ ആയാലും അതിൽ നമ്മൾ ഓൺലൈൻ വഴി തന്നെ എന്നിട്ടാ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് വർഷമായി. ഇടയ്ക്ക് ചെറിയ ഇത്രയും വർഷമായിട്ട് ജസ്റ്റ് ഒരു കത്തുന്നതിന് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നതെന്നല്ലാണ്ട് വേറെ അൽഹംദുലില്ലാഹ് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, മാഷാഅല്ലാഹ്. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് അവിടെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ബാക്കി നമ്മളെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളെല്ലാം നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എന്നിട്ട് ആ സോപ്പ് ഇട്ടിട്ട് ഇടയ്ക്ക് തുടക്കലുണ്ട്. ഡെയിലി സോപ്പ് ഇടാൻ മാത്രമല്ല എത്ര കച്ചറൊന്നും ഉണ്ടാവലില്ല കേട്ടോ. ചില ടൈം മാത്രമേ സോപ്പ് ഇടാറുള്ളൂ, ഇടയ്ക്ക് മാത്രമേ സോപ്പ് ഇടുള്ളൂ കേട്ടോ. ആദ്യം ഞാൻ മുന്നേലും എല്ലാ ദിവസവും സോപ്പ് ഇട്ടിട്ട് നല്ലോണം വൃത്തിയാക്കലുണ്ട്. ഇപ്പം അങ്ങനെ കച്ചറ ആവാത്തതുകൊണ്ട് തന്നെ സോപ്പ് ഇടൽ ഇടയ്ക്ക് മാത്രമാണ് കേട്ടോ ഉള്ളത്. മോളെണീച്ചാൽ പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെയിൽ ഫുള്ളായിട്ടില്ല ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല കേട്ടോ. അവളങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഫോണിലെടുത്ത് വിൽക്കാനും ഇതാക്കാനും നോക്കൂ കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ ഓൾ എണീക്കുന്നതിന് മുന്നേ മോർണിംഗ് റൂട്ടീൻ മാത്രം അധികം വ്ളോഗായിട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലും കഴിക്കാൻ വേണ്ടിയിട്ട് പോയി എന്നിട്ടാ. മുന്നേലാണെങ്കിൽ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിലും കഴിക്കൂട്ടോ. ഏകദേശം 8 മണി ആ ഒരു ടൈമിന് എന്തായാലും കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കലുണ്ട്. ഇപ്പം ഓരോ ടൈം മാറി മാറി വരും. നല്ല കൃത്യമായിട്ടൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കലൊന്നും ഇല്ല കേട്ടോ. ഓരോ ടൈം നേരത്തെ കഴിക്കും, ഓരോ ടൈം ലേറ്റായിട്ട് കഴിക്കും. അങ്ങനെയല്ലാന്ന് ഇപ്പോഴത്തെ അവസ്ഥ. എന്നിട്ട് ഇപ്പം ഞാൻ ഏകദേശം എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിലും കഴിച്ചിട്ട് തന്നെ ഇനി ഓളിൽ വിളിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് വേഗം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നിട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഗോതമ്പ് പുട്ട് നേരത്തെ ഉണ്ടാക്കുന്നുണ്ട് ഇട്ടില്ലേ, ഗോതമ്പ് പുട്ടാന്നിട്ടാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പുട്ടും അതുപോലെ തന്നെ നമ്മളെ ഗ്രീൻ പീസ് കറിയും. പുട്ട് എനിക്ക് അരിപ്പൊട്ടാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇപ്പോൾ ചെറിയൊരു ഡയറ്റ് എന്ന പോലെ നോക്കുന്നതുകൊണ്ട് ഗോതമ്പ് പുട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത് ഇതുപോലെ നമ്മുടെ ഗ്രീൻ പീസ് കറി നേരത്തെ ഉണ്ടാക്കുന്ന ടൈം കണ്ടിട്ടില്ലേ നമ്മൾ കറി എത്ര കട്ടിയാണ് ഉണ്ടായത്. ഇപ്പം കണ്ട കുറച്ചും കൂടി ടൈറ്റ് ആയിട്ട് ഇനി ഇത് നല്ലോണം ചൂടാറിയാലും നല്ലോണം ടൈറ്റ് ആവും. വെയ്യ ആകുമ്പോഴത്തേക്കും നല്ലോണം ടൈറ്റ് ആയിട്ടുണ്ട് ആ കറി. അതുകൊണ്ട് വരുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് കറി ലൂസാക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഗോതമ്പത്തിൻ്റെ പുട്ട് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നെങ്കിലും അടിപൊളി ടേസ്റ്റാണ്, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ റാഗിൻ്റെ പുട്ടി ഉണ്ടാക്കലുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ അതിനെക്കാട്ടി നമുക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയത് നമ്മളെ വീട്ടിൻ്റെ ഈ ഒരു ഗോതമ്പ് പുട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് വേഗം പാത്രമെല്ലാം കഴുകി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രണ്ടിലെല്ലാം പോയിട്ട് എന്താണെന്ന് വെച്ച് ബാക്കി പണികളെല്ലാം പോയി ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുന്നു കേട്ടോ. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ വെറുതെ ഇരിക്കലും പത്രം വായിക്കലും അങ്ങനെയെല്ലാം എന്നിട്ടാണ് കാണിക്കാനുള്ളത്. എല്ലാ വീഡിയോസിലും കാണുന്നതായിരിക്കും ഈ അടിച്ച് വരൽ പത്രം വായിക്കലില്ല കേട്ടോ. അതിലും ഡെയിലി നടക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ജസ്റ്റ് അതിൽ കാണിക്കുന്നതേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റാൻഡിൽ വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചിട്ട് എൻ്റെ മോള് വന്നിട്ട് ജസ്റ്റ് അനക്കുന്നത് എന്നിട്ട് ആ വീഡിയോ ഇങ്ങനെ ഷെയ്ക്ക് ആകുന്നത്. പിന്നെ പോയി വന്നിട്ട് പത്രമെല്ലാം വായിച്ച് വന്നിട്ട് പിന്നെ വേഗം പോയിട്ട് കുളിച്ചിട്ടെല്ലാം വന്നിട്ട് ആ കുളിച്ച ഡ്രസ്സെല്ലാം മാറിയിട്ട്
ബാക്കി പിന്നെ കുറേ ടൈം പിന്നെ വീഡിയോസൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് സമയം ഫോണിൽ നോക്കിയിട്ട് അങ്ങനെ ഈ മോളപ്പുരയിൽ ഇരുന്നിട്ട് ഉച്ചക്കാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറെല്ലാം വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചോറ് നമ്മൾ അടുപ്പത്ത് നിന്ന് കേട്ടോ ഉണ്ടാക്കൽ. അപ്പം അത് ഇപ്പുറത്തേക്ക് നമ്മുടെ കിച്ചണിലേക്ക്, നമ്മുടെ ഗിൽസിൻ്റെ ഉള്ളിൽ നിന്ന് കിച്ചണിലേക്ക് കൊണ്ടുവച്ചിട്ട് അങ്ങനെ അതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അന്നേരമാണ് മീൻ പൊരിക്കാനുള്ളത് ഓർമ്മ വന്നത്. പക്ഷെ ഞാൻ മീനൊന്നും കൂട്ടലില്ല കേട്ടോ. ഞാൻ എല്ലാ ടൈപ്പ് മീനൊന്നും കൂട്ടില്ല, ചിലത് മാത്രമേ കൂട്ടുള്ളൂ. അപ്പോൾ ഞാൻ തൈരും അതെല്ലാം തന്നെ കൂട്ടാന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഉമ്മാക്കും അവർക്കെല്ലാം വേണ്ടിയിട്ടില്ല മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ്മേൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതെന്തെല്ലോ ടൈപ്പ് മീൻ മിക്സ് ആയിട്ടുള്ളത് എന്നിട്ട് നമ്മളെ നത്തോലിയും അങ്ങനെ വേറെ എന്തെല്ലോ ഒരു ടൈപ്പ് മീൻ മിക്സ് ആയിട്ടുള്ളത് എന്നിട്ടാ. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സാലഡ് പോലെ എല്ലാം ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നത്. അതുപോലെ തന്നെ രാത്രിത്തേക്ക് എന്തെങ്കിലും ചിക്കൻ്റെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ പുറത്ത് വെച്ചിട്ടും ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ എടുത്ത് വെക്കും കേട്ടോ. ചിലപ്പോൾ നേരത്തെ ഉണ്ടാക്കാൻ ടൈം കിട്ടിയില്ലെങ്കിൽ നേരത്തെ ഉണ്ടാക്കിയിട്ടും വെക്കലുണ്ട്. നമ്മളെ വീട്ടിലെന്ന് വെച്ചാൽ മീൻ കൂട്ടുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഉമ്മയും ഉപ്പയും അങ്ങനെ മാത്രമേ മീൻ കഴിക്കൂ. ബാക്കി ആൾക്കാർ ആരും അങ്ങനെ മീനൊന്നും കഴിക്കൽ കുറവാന്നിട്ട്. അങ്ങനെ ചെമ്മീനോ അതെല്ലാം മാത്രം കഴിക്കുമെങ്കിലും ഞാനും ചെമ്മീൻ വരെ കഴിക്കലില്ല കേട്ടോ. അതുകൊണ്ട് മീൻ വാങ്ങാണ്ടൊന്നുമില്ല, പക്ഷെ കറിയെല്ലാം കൂട്ടും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പൊരിച്ചത് അങ്ങനത്തെ അതായത് കറിയത്തെ മീൻ അതല്ലേ കഴിക്കാണ്ടെങ്കിലും കറി കൂട്ടുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മീൻ ഒരു സൈഡിൽ നിന്ന് പൊരിക്കുന്ന ടൈം തന്നെ ഞാൻ എന്ത് ചെയ്ത് മോൾക്ക് വേണ്ടിയിട്ടുള്ള കഞ്ഞി അവിടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓളങ്ങനെ ചോറൊന്നും കഴിക്കൽ ഭയങ്കര കുറവെന്നല്ല, കഴിച്ചത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തൊക്കെ വേണ്ടി ഇന്ന് കഞ്ഞി ആക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ കഞ്ഞി ഓൾറെഡി ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു കേട്ടോ. ആ ഒരു ടൈം തന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ളൊരു സാലഡും കൂടി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. നമ്മുടെ കക്കിരിയും അതുപോലെ തന്നെ ക്യാരറ്റ് ചെറിയ പീസ് ഉള്ളിയെല്ലാം എടുത്തിട്ട് നല്ല കട്ടിയിൽ കേടില്ലേ, നല്ല കട്ടത്തൈര്, അധികം പുളിയൊന്നും ഇല്ലാത്ത ആ ഒരു തൈര് ഇട്ടിട്ട് നല്ലോണം കുറച്ച് ഉപ്പും കുരുമുളകെല്ലാം ഇട്ടിട്ട് മിക്സ് ആയാലും നമ്മുടെ സാലഡ് റെഡി ആയിട്ടാ. പച്ചമുളക് ആവശ്യത്തിന് വേണമെങ്കിൽ ഇടാം കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ ഇട്ടോ, നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ. പക്ഷേ ഈ ഒരു തൈരില്ലേ, ഈ ഒരു തൈര് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള തൈരാണ് കേട്ടോ. ഞാൻ ഇതിൽ ഉപ്പൊന്നും ചേർക്കാണ്ട് തന്നെ കഴിക്കലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കും നമ്മൾ കഴിച്ചാൽ. അത്രയും ഭയങ്കര ടേസ്റ്റ്, നല്ല ടേസ്റ്റുള്ള തൈരാണ്. എനിക്ക് ഇഷ്ടമുള്ള തൈരാണ്. ഞാൻ ഇപ്പോൾ കുറേ ആയി ഉപയോഗിക്കുന്നത് കേട്ടോ ഈ ഒരു തൈര്. അപ്പോൾ അതെല്ലാം റെഡി ആയപ്പോൾ ഞാനിവിടെ ചോറും അതുപോലെ തന്നെ വറവെല്ലാം എടുത്തിട്ട് ഞാനിവിടെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി എന്നിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ഫുൾ വീഡിയോ, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോസായിട്ട് അല്ലെങ്കിൽ വ്ളോഗ്സോ റെസിപ്പീസ് ആയിട്ടും വരുന്നതുവരെ ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.